റോഡ് നവീകരണത്തിന് മുമ്പ് റോഡിലെ ജലവിതരണ പദ്ധതിയുടെ ദ്രവിച്ച പൈപ്പ് മാറ്റാത്തതിൽ നാട്ടുകാരുടെ പ്രതിഷേധം. ആലിപ്പറമ്പ് പഞ്ചായത്തിലെ പാറൽ മണലായ കണ്ടഞ്ചിറ റോഡിൽ ജലനിധി പദ്ധതിയുടെ പുതിയ പൈപ്പുകൾ സ്ഥാപിക്കണമെന്ന പരാതിയുമായി റോഡ് പുനരുദ്ധാരണ സമിതി പ്രവർത്തകർ ജലനിധി ഓഫീസിലെത്തി. അടുത്ത ദിവസം മീറ്റിംഗ് വിളിച്ചു ചേർത്ത് പരിഹരിക്കാൻ തീരുമാനമെടുക്കുമെന്ന് ജലനിധി സ്കീം ലെവൽ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. പാറൽ മണലായ കണ്ടംചിറ റോഡിൽ ഈസ്റ്റ് മണലായ ജലനിധി കുടിവെള്ള പദ്ധതിയുടെ മെയിൻ പമ്പിംഗ് പൈപ്പ് 20 വർഷം മുമ്പ് സ്ഥാപിച്ചതാണ്. ഈ പൈപ്പ് പലയിടത്തായി പൊട്ടലുണ്ടാവുമ്പോൾ റോഡ് തകരുന്നുവെന്ന പരാതിയുമായി റോഡ് പുനരുദ്ധാരണ സമിതി പ്രവർത്തകർ വെസ്റ്റ് മണലായ ജലനിധി സ്കീം ലെവൽ കമ്മിറ്റി ഓഫീസിലെത്തി. പ്രശ്നം ചൂണ്ടിക്കാട്ടി മുമ്പ് പലതവണ പരാതിപ്പെട്ടിരുന്നുവെന്നും അടിയന്തര പരിഹാരം കാണണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. പാറൽ മണലായ റോഡിൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണം വന്നത് ഇതിൽ പ്രധാനമായിട്ടും ഈ ഭാഗങ്ങളിലേക്കെല്ലാം വെള്ളം സപ്ലൈ ചെയ്യുന്ന ജലസ്രോതസ് പാറൽ പള്ളിയുടെ അടുത്താണ്. ഏകദേശം 1250 മീറ്ററോളം ഉള്ള ഈ പമ്പിംഗ് ലൈന് പൂർണ്ണമായും പാറൽ മണലായ റോഡിൻ്റെ നടുഭാഗത്തു കൂടെയാണ് പോകുന്നത്. അതുകൊണ്ട് കൂടുതൽ വാഹനങ്ങൾ പോകുന്നത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പൊട്ടുന്നത് സ്ഥിരം പതിവാണ്. അതുകൊണ്ട് റോഡ് ഏത് സമയത്തും വളരെ മോശമായ രീതിയിലാണ്. ഇത് അവസാനിപ്പിക്കുവാൻ വേണ്ടിയിട്ടും ഒരു സ്ഥിരം സംവിധാനം കാണാൻ വേണ്ടിയിട്ടുമാണ് ഞങ്ങൾ ജലനിധി ഓഫീസിൽ എത്തിയത്. നമ്മുടെ നിലവിലുള്ള പാറൽ മണലായ കണ്ടഞ്ചിറ റോഡ് വീതി കൂടുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് അതിൻ്റെ അകത്ത് പഴയ കാലത്ത് കിടക്കുന്ന കുറേ പൈപ്പുകളുണ്ട്. ജലനിധി പദ്ധതിയുടെ KWD ഒക്കെ തന്നെ ആ പൈപ്പ് മാറ്റി സ്ഥാപിക്കാത്തത് കൊണ്ട് ഏത് ഫണ്ട് ഉപയോഗിച്ചാലും ആ റോഡ് ഏത് സമയത്ത് പൊട്ടിപ്പൊളിഞ്ഞുള്ള സാഹചര്യമാണ് പാറൽ പള്ളി വരയ്ക്കുള്ള പാറൽ ജംഗ്ഷൻ വരെ. അപ്പോൾ ആ ഭാഗത്തുള്ള പൈപ്പ് മാറ്റിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ കമ്മിറ്റി യോഗം ചേർന്ന് 2 മാസം മുമ്പ് തന്നെ ഇവിടെ പരാതി നൽകിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പരാതി നൽകിയ ഒരു കമ്മിറ്റി കൂടി അവർ എസ്റ്റിമേറ്റ് തയ്യാറാക്കി. എസ്റ്റിമേറ്റ് പ്രകാരം ഞങ്ങളോട് പറഞ്ഞത് വൈകാതെ തന്നെ അതിനാവശ്യമായ പമ്പിംഗ് മെയിൻ ഇപ്പോൾ മാറ്റി സ്ഥാപിക്കാനുള്ള ആവശ്യം ഉന്നയിച്ചിട്ട് പ്രകാരം അവർ അംഗീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ വരുന്ന പദ്ധതി നിലവിലുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയിൽ പ്രകാരം നടത്തിയിട്ടുള്ള നമ്മുടെ 30 ലക്ഷം രൂപയുടെ ഗ്രാമീണ റോഡ് വികസന പദ്ധതി നടപ്പിലാക്കുന്നതിന് മുമ്പ് തന്നെ അത് പൂർത്തീകരിച്ചാണ് അദ്ദേഹം വാക്കായിട്ടുള്ളത്. എന്തായാലും ഉടൻ തന്നെ ടെൻഡർ നടപടി സ്വീകരിക്കുന്നതാണ്. റോഡ് നവീകരണത്തിന് ഗ്രാമീണ റോഡ് വികസന പദ്ധതിയിൽ 30 ലക്ഷവും MLAയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 50 ലക്ഷം രൂപയും അനുവദിച്ചിട്ടുണ്ട്. ഈ പ്രവൃത്തികൾ ആരംഭിക്കുന്നതിന് മുമ്പായി ദ്രവിച്ച പൈപ്പുകൾ മാറ്റി പുതിയ പൈപ്പുകൾ സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മെയിൻ പമ്പിംഗ് ലൈനിലെ 1 കിലോമീറ്ററിലധികം വരുന്ന ഭാഗത്ത് പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കേണ്ടി വരും. അടുത്ത ദിവസം ജലനിധി സ്കീം ലെവൽ കമ്മിറ്റി യോഗം ചേർന്ന് പരിഹാര നടപടികൾ തീരുമാനിക്കും. എസ്റ്റിമേറ്റ് തയ്യാറാക്കി പ്രവൃത്തികൾ ചെയ്യുമെന്ന് ജലനിധി ഈസ്റ്റ് മണലായ സ്കീം ലെവൽ കമ്മിറ്റി പ്രസിഡന്റ് KK മജീദ്, വൈസ് പ്രസിഡന്റ് M രവി, ജോയിന്റ് സെക്രട്ടറി CP നാസർ എന്നിവർ പറഞ്ഞു. കമ്മിറ്റി നാളെ അല്ലെങ്കിൽ മറ്റന്നാളോ കമ്മിറ്റി ഉണ്ട്. ഓരോ ആൾക്കാർ ഓരോ ഭാഗത്തില്ലേ. ഒന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കിട്ടിക്കൊള്ളുന്നില്ല. മറ്റന്നാൾ അതിൻ്റെ തീരുമാനം ഉണ്ടാകും. അത് ആ കമ്മിറ്റി അറിയിപ്പിക്കുകയും ചെയ്യും. അത് കഴിഞ്ഞാൽ ഉടനെ പൈപ്പിന് കൊട്ടേഷൻ കൊടുക്കും. പൈപ്പിന് കൊട്ടേഷൻ കൊടുത്തിട്ട് 3 കൊട്ടേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നല്ല ഏതാണോ അതെടുക്കും. അതെടുത്ത് പൈപ്പ് സ്പോട്ടിലെത്തി കഴിഞ്ഞാൽ ഉടനെ പണി തുടങ്ങും. റോഡ് പണിയെടുത്തതിന് ശേഷം അത് ലീക്കായി കഴിഞ്ഞാൽ വലിയ പൊളിക്കൽ വരാൻ പാടില്ല. അതുകൊണ്ട് പമ്പിംഗ് ലൈന് എത്രയും പെട്ടെന്ന് മാറ്റി സ്ഥാപിക്കണം എന്നാണ് നാട്ടുകാരുടെ ഡിമാൻഡ്. അതാണ് ഇപ്പോൾ പ്രസിഡന്റ് പറഞ്ഞത്. പമ്പിംഗ് ലൈനിൻ്റെ കാര്യത്തിൽ തീരുമാനം ആക്കാം എന്നുള്ളത് എസ്റ്റിമേറ്റ് ഉണ്ടാക്കാൻ കൊടുത്തു. ആ എസ്റ്റിമേറ്റ് വാട്ടർ അതോറിറ്റിയിൽ നിന്ന് നമുക്ക് ഇന്നലെ കിട്ടി. ആ കിട്ടിയതുമായി ഉള്ള ചർച്ചക്കാണ് അവരിന്ന് വിളിച്ചിട്ടുണ്ട്. ആ ചർച്ചയുടെ ഭാഗമായിട്ട് നമ്മളെ ജലനിധിയുടെ കമ്മിറ്റി കൂടി ആ കമ്മിറ്റി തീരുമാനം എടുത്ത് എത്രയും പെട്ടെന്ന് പൈപ്പിന് കൊട്ടേഷൻ വിളിച്ച് ആ വർക്ക് നമ്മൾ പദ്ധതി തന്നെ നേരിട്ട് നടത്തും. ചമഞ്ഞൊരുങ്ങാം ചമയത്തിനൊപ്പം. ചമയം ടെക്സ്റ്റൈൽസ്, പെരിന്തൽമണ്ണ, മഞ്ചേരി.